ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഉത്സവം കഴിഞ്ഞ് ഒന്നിച്ച് നൃത്തം ചവിട്ടിയവർ അവരവരുടെ കൂടാരങ്ങളിലേക്ക് മടങ്ങി. മഞ്ഞു പെയ്യുന്ന ഈ രാവിൽ നനഞ്ഞു കത്തുന്ന വിളക്കുമരത്തിന് ചുവട്ടിൽ ഒരാൾ തനിച്ചായിരുന്നു. പിന്നീടാണ് അവൻ്റെ അരികിലേക്ക് ക്രിസ്തു വന്നത്. അവസാനത്തെ ചങ്ങാതിയും പടിയിറങ്ങുമ്പോൾ ആരുമറിയാതെ ഉള്ളിലേക്കെത്തുന്ന സുഹൃത്ത്, അതാണ് ക്രിസ്തു. ഈ വാക്കുകൾ കേട്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവാം, കേരളത്തിലെ പ്രസിദ്ധനായ ഒരു ധ്യാന പ്രസംഗകനായ കപ്പൂച്ചിൻ ഫാദർ ബോബി ജോസ് കട്ടിക്കാട് അച്ഛൻ്റെ മനോഹരമായൊരു പുസ്തകം. ഹൃദയവയൽ. ഈ പുസ്തകത്തിൻ്റെ വരികളിലൂടെ കടന്നു പോകുമ്പോൾ ഒറ്റ വാക്കുമതി അനേക ദിവസങ്ങൾ നമ്മെ ചിന്തിപ്പിക്കാൻ, നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ. ചുറ്റും കൂരിരുളായിരുന്നപ്പോൾ നിന്നെ തേടിയെത്തിയ കൃപയുടെ മിന്നൽ പിണറുകൾ, ക്ഷണികമെങ്കിലും ആ ഇത്തിരി കാഴ്ചയിൽ നിനക്കു ലഭിച്ച വെട്ടങ്ങൾ, അർഹിക്കാത്ത സ്നേഹത്തിൻ്റെ എത്രയെത്ര ഊട്ടുമേശകൾ, മഴ കഴിഞ്ഞിട്ടും പിന്നെയും പെയ്യുന്ന ഓർമ്മകളുടെ മരപ്പെയ്ത്ത്. എത്രയോ പേരുടെ സുഹൃതമാണ് നിന്റെ ജീവിതം. എന്നെ ആദ്യം തൊട്ടതാര്? അമ്മയായിരുന്നില്ല, നാട്ടുംപുറത്തെ പേരറിയാത്ത ഒരു വയറ്റാട്ടി. അവസാനമായി എന്നെ തൊടേണ്ടതാര്? ഈ ശരീരം നിശ്ചലമാകുമ്പോൾ ഒരു നുള്ളു മണ്ണുകൊണ്ട് പ്രാർത്ഥനാപൂർവം എന്നെ സ്പർശിക്കുന്ന പേരറിയാത്ത ഒരു സുഹൃത്ത്. എല്ലാവരോടും, എത്രയോ കരങ്ങളാണ് നിന്റെ ജീവിതത്തിലൂടെ കടന്നുപോയത്. ആ എല്ലാവരോടും നന്ദിയുള്ള ഹൃദയത്തോടെ ജീവിക്കണമെന്ന് എത്ര സാഹിത്യപരമായിട്ടാണ് അച്ഛൻ നമ്മെ ധ്യാനിപ്പിക്കുന്നത്. ഈ പുസ്തകത്തിൻ്റെ വരികൾ വളരെ മനോഹരമായൊരു ചിന്ത കൂടി നൽകുന്നുണ്ട്. കാരണം ഈ ഓരോ അധ്യായത്തിൻ്റെയും ഒടുവിലായി ചെറിയ ചിന്തകൾ പങ്കുവെക്കുന്ന മനോഹരമായ ചെറിയ കുസൃതി കഥകളുണ്ട്. അത് വളരെ രസകരവുമാണ്. രാത്രിയിലെ ഫോൺ അച്ഛന് താങ്ങാനായില്ല. ഒരു പൂച്ച ചത്തു, പള്ളി സെമിത്തേരിയിൽ അടക്കാനാകുമോ? ഇതാണ് അറിയാവുന്നവരുടെ മുഴുവനും ചോദ്യം. പിന്നെയും പിന്നെയും ഫോൺ വന്നുകൊണ്ടിരുന്നു. പൂച്ചയുടെ വിൽപത്രത്തെക്കുറിച്ച് പറയാൻ അവർ മറന്നുപോയി എന്ന ക്ഷമാപണത്തോടെ അച്ഛനോട് അവർ വിളിച്ചു പറഞ്ഞു, എവിടെ അടക്കുന്നുവോ ആ പള്ളിക്ക് $10,000 വാഗ്ദാനം ചെയ്തിട്ടാണ് അത് മരിച്ചിരിക്കുന്നത്. അച്ഛൻ പെട്ടെന്ന് ശാന്തനായി തിരികെ ചോദിച്ചു, പൂച്ച കത്തോലിക്കനാണെന്ന് നേരത്തെ പറയാഞ്ഞതെന്ത്? ഇവിടെ തന്നെ അടക്കാൻ നമ്മൾ തയ്യാറാണ്. ഈ ഒരൊറ്റ ചെറിയ കഥ എത്ര മനോഹരമായ ചിന്തയാണ്, സഭാത്മകമായ ചിന്തകളാണ് നമുക്ക് പകർന്നു തരുന്നത്. ഇതാണ് ഈ പുസ്തകം വായിക്കുമ്പോഴുള്ള ഏറ്റവും മനോഹരമായ ഒരു രസം എന്ന് പറയാം. മാത്രമല്ല, ക്രിസ്തുവിനെ ബൈബിളിലെ ഓരോ സംഭവങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് അത് ജീവിത യാഥാർത്ഥ്യങ്ങളുമായി തട്ടിച്ച് വ്യാഖ്യാനിച്ച് രസകരമായി നമ്മുടെ ഹൃദയത്തിലേക്ക് ചേർത്ത് വയ്ക്കുന്ന മനോഹരമായ ഗ്രന്ഥം. അച്ഛൻ്റെ പല ഗ്രന്ഥങ്ങളും ഇതിൻ്റെ തുടർച്ചയായി വരുന്നുണ്ട്. ഈ മനോഹരമായ ഗ്രന്ഥം നമ്മുടെ ഹൃദയ വയലുകളെ ഒരുക്കാൻ ഏറെ സഹായിക്കും എന്ന തിരിച്ചറിവോടെ കളകൾ പറിച്ചു കളയാൻ, മനോഹരമായ വിത്തുകൾ നടാൻ, നമ്മുടെ ഹൃദയ വയലിനെ ഒരുക്കാൻ ഈ ഗ്രന്ഥം സഹായകമാകട്ടെ. ഏവർക്കും ഇതിൻ്റെ ഒരു കോപ്പി സ്വന്തമായി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.